So give them a big applause for their marvelous performance. So karate, developed as a means of self-defense for the residents of Okinawa who were prohibited from carrying weapons during the occupation of their island. Over time, various styles and schools of karate emerged, each with its own technologies, principles, and philosophies. In addition to physical training, karate places great importance on mental discipline, respect, and character development. Today, karate is practiced by millions of people worldwide, ranging from children to adults of all ages. It's not only a form of physical exercise and self-defense, but also a way of life that promotes personal growth, discipline, and a sense of community among its practitioners. Karate gained recognition as an Olympic sport, with karate competing in kata, kumite at the highest levels of international competitions. So we have here two great talents in Rayan International School, Kannur, Zaad bin Halim and Aiza Anam Nashtar, the two talents of Rayan School performing for us today. They have won various levels of competitions nationally and internationally, winning the gold medals. Recently, they have won the Kannur Rare Karate Do Indo-Sri Lanka Open Karate Championship 2024, winning the gold medal for them. So give them a big applause, and they are here to perform for us. So give them a very big applause for that. That was really wonderful. Next, we have a special program by Diniyat. On the stage, we have Zahim, Hasik, Aira, Minha, Azlan, Zain, Nuha, Fatima, Shaz, and Iza.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു വ്യക്തി എൻ്റെ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നതിനായി 40 ഹദീസുകൾ മനഃപ്പാടമാക്കിയാൽ അദ്ദേഹത്തോട് പറയപ്പെടും, താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് വാതിലൂടെയും താങ്കൾക്ക് സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക എന്ന്. ഒരു വ്യക്തി 40 ഹദീസ് മനഃപ്പാടമാക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നിനക്കിഷ്ടമുള്ള 8 കവാടങ്ങളിൽ നിന്നും നിനക്ക് ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്. അൽഹംദുലില്ലാഹ്, നമ്മുടെ റയാൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും 5ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇതാ 40 ഹദീസ് മനനം ചെയ്യുകയും അത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. അവർ 5 വിഷയങ്ങളിലായിട്ടാണ് ഹദീസ് പ്രദർശിപ്പിക്കുക. 1 ഈമാനിയാത്ത്, 2 ഇബാദാത്ത്, 3 മുആമലാത്ത്, 4 മുആശറാത്ത്, 5 അഖ്ലാഖിയാത്ത്. ഇങ്ങനെ 5 വിഷയങ്ങളായിക്കൊണ്ടുള്ള ഹദീസ് അവർ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. Hadith number 1, Imaniyat, ad-deenu yusrun, deen eളുപ്പമാണ്. Hadith number 2, Ibadat, miftahul jannati salatu, സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമാണ്. Hadith number 3, മുആമലാത്ത്, മിഫ്താഹ് മൻ അശ്ശ ഫലൈസ മിന്നാജ്, വഞ്ചിക്കുന്ന നമ്മിൽ മുസ്ലിം പെട്ടവനല്ല. ഹദീസ് നമ്പർ 4, മുആശറാത്ത്, അസ്സലാം ഖബലൽ കലാമി, സംസാരം ആർക്ക് മുമ്പ് സലാം പറയണം. ഹദീസ് നമ്പർ 5, അഖ്ലാഖിയാത്ത്, അലൈക്കും ബിസ്വിർക്കി, നിങ്ങളപ്പോൾ സത്യം പറയൂ. ഹദീസ് നമ്പർ 16, ഈമാനിയാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകളുടെ അടിസ്ഥാനം നിയ്യത്താകുന്നു. ഹദീസ് നമ്പർ 7, ഇബാദത്ത്, അത്ത്ഹുറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ഹദീസ് നമ്പർ 8, മുആമലാത്ത്, മൻ തഅബനുബതൻ ഫലൈസ മിന്നാ, എന്തെങ്കിലും അക്രമപരമായി കവർന്നെടുക്കുന്നവൻ നമ്മിൽ മുസ്ലിമുകളിൽ പെട്ടവനല്ല. ഹദീസ് നമ്പർ 9, മുആശറത്ത്, അൽ ജന്നത്തു തഹ്ത അബ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാക്കളുടെ കാലടിയിലാണ്. ഹദീസ് നമ്പർ 10, അഖ്ലാഖിയാത്ത്, ഇജ്തനിബുൽ ഗളബ, നിങ്ങൾ കോപത്തെ അടുക്കുക. ഹദീസ് നമ്പർ 11, ഈമാനിയാത്ത്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്തെങ്കിലും